നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പുനർജന്മം, കർമ്മഫലം അതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുനർജന്മത്തിലേക്ക് കടക്കണേക്കാൾ മുന്നേ നമുക്ക് കർമ്മഫലത്തെ പറ്റിയിട്ടും ആദ്യം മനസ്സിലാക്കാം. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, അത് നമ്മൾ മനസ്സുകൊണ്ടും അല്ലാതെയും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും കർമ്മത്തിൽ തന്നെ വരും. ഇപ്പം നമ്മളൊരാളെ മനസ്സുകൊണ്ട് ഒരാളെ ദ്രോഹിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും അത് കർമ്മത്തിൻ്റെ ഇതിൽ തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തായാലും വെറുതെ, അതായത് ഒരു കാരണമില്ലാതെ ഒരാളെ ഉപദ്രവിക്കുക, അങ്ങനെ എല്ലാ നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടും ഒരാളെ ദ്രോഹിക്കുന്നതും നമ്മുടെ കർമ്മമായിട്ട് വരും. നമ്മളിൽ നിന്ന് പോകുന്ന എല്ലാ പ്രവൃത്തികളും കർമ്മം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണു എന്നതിനെ അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യാതിരിക്കുക. നമ്മളോട് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യണവരെ നമുക്കങ്ങനെ അങ്ങോട്ടും നമ്മൾ സഹിച്ച് അങ്ങനെയൊന്നും ഇരിക്കണ്ട. അങ്ങനെയല്ല, അല്ലാതെ നമ്മൾ വെറുതെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ, പാവങ്ങളെ ആയാലും അങ്ങനെയൊക്കെ ദ്രോഹിക്കുക. അപ്പം അതിനുള്ള കർമ്മഫലം നമ്മളെ തേടി വരും. അപ്പോൾ അതാണ് കർമ്മഫലം. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാതും കർമ്മം തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് ആളെ ദ്രോഹിക്കുക, അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ വിചാരിക്കുക, ഒക്കെ കർമ്മം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതും. ആ കർമ്മങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ അതേ വേവ് ലെങ്ത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരായിട്ടായിരിക്കും നമ്മുടെ കൂട്ടുകെട്ടും. അതുകൊണ്ടാണ് പണ്ട് പറയുക, നിങ്ങളുടെ കൂട്ടുകാരെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നാൽ നിങ്ങളുടെ സ്വഭാവം പറയാമെന്ന് പറയില്ലേ. അതിൻ്റെ കാരണം അതാണ്. നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള സ്വഭാവമുള്ള കൂട്ടുകാരായിട്ടായിരിക്കും നമുക്ക് കണക്ഷൻ വരിക. അപ്പോൾ അതൊക്കെയാണ് കർമ്മം എന്ന് പറയുന്നത്. ചില കൂട്ടുകാർ നമ്മളെ നേർവഴിക്ക് നടത്തും. അതുപോലെ തന്നെ കാരണം എന്താ, നമ്മളിലൊരു നന്മ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കൂട്ടുകാരായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ നമുക്ക് കിട്ടണത്. അതും ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ശക്തി കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കൂട്ടുകാരായിട്ടുള്ളവർക്ക് കണക്ഷൻ വരാൻ കാരണം തന്നെ. ഇനിയിപ്പോൾ നമുക്ക് കർമ്മഫലം അറിയാലോ. നമ്മളിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോയോ അതിൻ്റെ ഫലം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് അറ്റ് എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ന്യൂട്ടൻ്റെ 3rd ലോ പോലെ നമ്മളിൽ നിന്ന് പോണ എന്തിനും ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പുനർജന്മത്തിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ കർമ്മം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തോ അതിനനുസരിച്ച്, ഇപ്പം നമ്മളൊരു ദുഷ്ടതകളോ മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരെ സാധനങ്ങൾ മോഷ്ടിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മരിക്കണതെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അടുത്തൊരു കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തികളുടെ കുട്ടിയായിട്ടായിരിക്കും ജനിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കും തിരിച്ച് ഇത് കിട്ടും. അതായത് അവർ നമ്മളെ ദ്രോഹിക്കുക, ചെറുപ്പത്തിൽ തന്നെ പല കുട്ടികളെ ദ്രോഹിക്കണ മാതാപിതാക്കളുടെ അടുത്തൊക്കെ കുട്ടികൾ എത്തിപ്പെടാറില്ലേ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ അതുപോലത്തെ ഒരു പ്രവൃത്തി ആയിരിക്കും, അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും ഈ കുട്ടിയായിട്ട് ജനിച്ച ആ വ്യക്തി. അപ്പോൾ എന്തുണ്ടാവും, അതിനുള്ള ഫലം ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ അതിനുള്ള ഫലം അനുഭവിച്ചിട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധീകരിച്ചിട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജന്മം വളരെ നല്ലതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്ത് അതിനുള്ള ഫലത്തോട് കൂടിയിട്ടായിരിക്കും അടുത്ത ജന്മം ഉണ്ടായിരിക്കുക. ശരിക്കും പറഞ്ഞ ഒരു സീരിയൽ പോലെ, അതായത് നമ്മൾ ചെയ്യുന്നത് കർമ്മഫലങ്ങൾ, കർമ്മഫലം അങ്ങനെ ഉള്ള ജോയിനിങ് ആയിട്ടുള്ള ഓരോ കണ്ണികൾ പോലെയാണ് നമ്മുടെ ജന്മങ്ങൾ വരിക. അത് കഴിഞ്ഞ് അങ്ങനെ അനുഭവങ്ങളിലൂടെ ആ കർമ്മങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജന്മത്തിലെ അമ്മയെ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെ അമ്മയെ സെലക്ട് ചെയ്യുന്നത് നമ്മളാന്ന് പറയണതിന് കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ജനിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അമ്മ, അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും അടുത്ത ജന്മത്തിൽ. അതുപോലെ നമ്മളുടേതായിട്ടുള്ള വാസനകളുണ്ടാവും. വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുകൾ. നമുക്ക് ചിലപ്പോൾ സംഗീത വാസന ഉണ്ടാവും, ചിലർക്ക് ചിത്രം രചന അങ്ങനത്തെ വാസന ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ ജന്മത്തിൽ ഇപ്പം അതൊന്നും പുറത്തേക്ക് പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കാനോ ഒന്നും സാധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അയ്യോ എനിക്ക് അങ്ങനെ ഉയരണം, അങ്ങനെയുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി മരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ആ കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണ ഒരു കുടുംബാന്തരീക്ഷത്തിലായിരിക്കും ആ കുട്ടി ജനിക്കുക. അപ്പോൾ അങ്ങനെ ജനിച്ച് അത് പ്രോത്സാഹിപ്പിച്ചിട്ട് ആ കുട്ടി ആ മേഖലയിൽ വലിയൊരാളായിട്ട് മാറും. അങ്ങനെയൊക്കെയാണ് ഈ കർമ്മം, കർമ്മഫലം, പുനർജന്മമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണോ അതിനുള്ള ഫലം അനുഭവിക്കത്തക്ക വണ്ണം ഉള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലായിരിക്കും നമ്മൾ ജനിക്കുക. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു മാനസാന്തരം വന്ന് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള നമ്മുടെ ഈ ജന്മത്തെയും അടുത്ത ജന്മത്തെയൊക്കെ ഫലങ്ങൾ വളരെ നല്ലതായിരിക്കും. നന്ദി. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.